തൃശൂർ അടാട്ട് തെരുവുനായ പരിപാലന ഷെൽട്ടറിൽ നിന്നും കുഞ്ഞതിഥിയെ ദത്തെടുത്ത് റാപ്പർ വേടൻ. പുഴയ്ക്കൽ പാടത്തിന് സമീപമുള്ള അടാട്ട് പഞ്ചായത്തിന്റെ കാവൽ കൂട്ടായ്മ ഡോഗ് ഷെൽട്ടറിൽ നിന്നാണ് വേടൻ നായ്ക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. കാറ്റിലലയും കട്ടുമരക്കാരെ വലക്കാരെ കടൽക്കാരെ കടല് നീരിനുപ്പിൽ പിറന്നോരെ വിശപ്പറിയാതെ അലഞ്ഞോരെ. റാപ്പർ വേടന്റെ വീട്ടിൽ ബുദ്ധൻ എന്നൊരു നായയുണ്ട്. അവന് കൂട്ടായി ഇനി പുഴയ്ക്കൽ പാടത്തിനടുത്ത ഡോഗ് ഷെൽട്ടറിലെ ജാനു ഉണ്ടാകും. വീട്ടിലൊരുത്തനുണ്ട് ബുദ്ധൻ എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ഈ മോളനെ നമ്മൾ എടുക്കുകയാണ്. ജാനു പേരിട്ട വക്കീലെന്ന് കാണിച്ചോ. ജാനു അടാട്ട് ഗ്രാമപഞ്ചായത്ത് തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനും നായ്ക്കളെ പരിപാലിക്കുന്നതിനുമായാണ് വിവിധ ഭാഗങ്ങളിലായി ഡോഗ് ഷെൽട്ടറുകൾ സ്ഥാപിച്ചത്. ഇതിനോടകം തന്നെ ഏതാണ്ട് 32ഓളം നായ്ക്കുഞ്ഞുങ്ങളെ ആളുകൾ വീടുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ഇന്ന് 32ാമത്തെ കുഞ്ഞിനെയാണ് കൈമാറുന്നത്. ഈ സീസണിൽ നമുക്ക് ഈ ജൂൺ ജൂലൈ സീസണിൽ പരമാവധി 100 കുട്ടികളാണ് ഈ പ്രദേശത്ത് കിട്ടുക. നവംബർ ഡിസംബറിൽ വീണ്ടും അത്തരത്തിൽ കുട്ടികളെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മൾ ഇവരെ സെൻട്രലൈസ് ചെയ്ത ഷെൽട്ടറുകളല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് പ്രജനനം അല്ലെങ്കിൽ ബ്രീഡിംഗ് ആവശ്യമായിട്ടുള്ള കുട്ടികളെ പ്രത്യേകമായ ലൈസൻസ് നൽകി അവർക്ക് ബ്രീഡ് ചെയ്യാനുള്ള അവസരം കൊടുക്കും. തെരുവുനായ്ക്കളെ ആട്ടിയോടിക്കുന്നതും ആക്രമിക്കുന്നതും കൊണ്ടാണ് മനുഷ്യനെ അവ ആക്രമിക്കുന്നതെന്നാണ് അടാട്ട് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നിലപാട്. പുതിയ കർമ്മ പദ്ധതി വഴി കൂടുതൽ ആളുകൾ നായ്ക്കുട്ടികളെ ഏറ്റെടുത്തു വളർത്തുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. കാറ്റിലലയും കട്ടുമരക്കാരെ വലക്കാരെ കടൽക്കാരെ കടല് നീരിനുപ്പിൽ പിറന്നോരെ വിശപ്പറിയാതെ അലഞ്ഞോരെ. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.